ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമസ്കാരം. ശബരിമല അയ്യപ്പ സേവാ സമാജം അഴീക്കൽ അയ്യപ്പയോഗം കണ്ണൂർ സംഘടിപ്പിക്കുന്ന മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് ഒരു ഭക്തി പ്രഭാഷണം. എൻ്റെ പേര് ശ്രുതി, പാലക്കാടാണ് സ്വദേശം. പ്രത്യേകിച്ച് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം അഴീക്കൽ അയ്യപ്പയോഗം സംഘടിപ്പിക്കുന്ന മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് 2 വർഷത്തോളമായി അവിടെ ഭക്തി പ്രഭാഷണം നടത്തുവാൻ എനിക്കും അവസരം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് കോവിഡിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭക്തി പ്രഭാഷണത്തിലേക്ക് ഏവരുടെയും ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഗുരുമഹിമ അഥവാ ശ്രീമദ് ഭാഗവതത്തിലെ 24 ഗുരുക്കന്മാർ എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം, പല പ്രഭാഷണങ്ങളിലും പല ശാസ്ത്രങ്ങളിലും ഗുരുമഹിമയെപ്പറ്റി, ഗുരുപരമ്പരയെപ്പറ്റി വന്ദിക്കാതെ തന്നെ ഒന്നും കടന്നു പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. ഗുരു, ആത്മാവ്, ഈശ്വരൻ ഇവ വേറെയല്ല, എല്ലാം ഒന്ന് തന്നെ എന്നുള്ള സങ്കല്പത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു വിചിന്തനമാണ് ഈ പ്രഭാഷണം. ഭഗവാന്റെ തന്നെ വാങ്മയ സ്വരൂപമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം പല സന്ദർഭങ്ങളിലായി ഗുരുമഹിമയെ പ്രകാശിപ്പിച്ചിട്ട് പല ശ്ലോകങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. തുടക്കത്തിൽ തന്നെ ഭാഗവതം ഗുരുവിനെ ചിന്താമണി എന്ന രത്നവുമായി താരതമ്യപ്പെടുത്തുന്നുണ്ട്. ചിന്താമണിർ ലോകസുഖം സുരദ്രു സ്വർഗസമ്പദം പ്രേശ്യതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം എന്നാണ് പറയുന്നത്. നാം ഏവരും കേട്ടിരിക്കും ചിന്താമണി എന്ന് പറയുന്ന ഒരു സവിശേഷമായിട്ടുള്ള ഒരു രത്നത്തെ കുറിച്ച്. ആ രത്നം, അതിന്റെ സവിശേഷത ഇതാണ്, അത് തൊടുന്ന ലോഹങ്ങളെല്ലാം സ്വർണമായി മാറും എന്നാണ് അതിന്റെ പ്രത്യേകത. അങ്ങനെയുള്ള സവിശേഷമായ ചിന്താമണിക്ക് പോലും ഒരു പരിധിയുണ്ട്, പരിമിതിയുണ്ട് എന്ന് കാണിക്കുന്നു. അതിന് ലോഹങ്ങളെ മാത്രമേ സ്വർണമാക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അത് അതിന്റെ പരിധിയാണ്. പക്ഷേ ഗുരുനാഥൻ എന്ന് പറയുന്ന ചിന്താമണി തന്നെ ആശ്രയിച്ചു വരുന്ന എല്ലാ ശിഷ്യഗണങ്ങളെയും, പൂർണ്ണമായി സമർപ്പണം ചെയ്യുന്ന എല്ലാ ശിഷ്യഗണങ്ങളെയും തന്നോളമോ തന്നോടൊപ്പമോ അല്ലെങ്കിൽ തന്നേക്കാൾ ഉയരത്തിലോ വൈകുണ്ഠം എന്ന് പറയുന്ന ആ പദത്തിൽ എത്തിച്ചേർക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ അതിന് അനുഗ്രഹം തരുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഭാഗവതം തുടക്കത്തിൽ തന്നെ അഭിപ്രായപ്പെടുകയാണ്. മാത്രമല്ല, ശ്രീകൃഷ്ണനും കുചേലനും ഗുരുമഹിമയെ വാഴ്ത്തി സ്തുതിക്കുന്ന ഭാഗങ്ങളുണ്ട്. ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണഃ പ്രശാന്തയേത്. ഗുരുവിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഒരുവൻ പൂർണ്ണനും പ്രശാന്ത ചിത്തനുമായി മാറുന്നത് എന്ന് ശ്രീകൃഷ്ണ കുചേല സംവാദത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, നിരവധി സന്ദർഭങ്ങളിൽ ഗുരുമഹിമയെ പറ്റി ഭാഗവതവും മറ്റു ആധ്യാത്മിക ശാസ്ത്രങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഗുഗാരോ അന്ധകാരശ്ച ഋഗാരസ്തൻ നിവർത്തതേ അന്ധകാര നിവർത്തിത്വാത് ഗുരു വിധീയതേ എന്ന് പറയാറുണ്ട്. ഗു എന്ന് പറയുന്നത് അന്ധകാരത്തെ, അജ്ഞാനത്തെ, ഇരുട്ടിനെ കാണിക്കുന്നു, നമ്മുടെ അജ്ഞതയെ, അറിവില്ലായ്മയെ കാണിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഋഗാരം എന്ന് പറയുന്നത് രോധനം ചെയ്യിപ്പിക്കുക. ആരാണോ അജ്ഞതയിൽ നിന്ന് നമ്മളെ ജ്ഞാനത്തിലേക്ക്, പ്രകാശത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നത്, അവരാണ് യഥാർത്ഥത്തിൽ ഗുരു എന്ന് പറയാറുണ്ട്. പലപ്പോഴും ഗുരുവിനെയും അധ്യാപകനെയും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അധ്യാപകനും ഗുരുവും ഒന്നല്ല. അധ്യാപകൻ അറിവിൽ അധ്യയനം ചെയ്യുന്ന ഒരാൾ മാത്രമാണ്. താൻ പഠിച്ച ഒരു കാര്യം വരും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുക മാത്രമാണ് അധ്യാപകൻ ചെയ്യുന്നത്. പക്ഷേ ഒരു ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഗുരു അറിയലിൽ അധ്യയനം ചെയ്യുന്നു എന്ന് പറയുന്നു.
അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അദ്ദേഹം പാഠങ്ങൾ പകർന്നു കൊടുക്കുന്നത്. ശിഷ്യനെ ആ അനുഭൂതിയിലേക്ക്, അനുഭവത്തിലേക്ക് നയിക്കുന്ന ഒരാളാണ് ഗുരു അല്ലെങ്കിൽ ആചാര്യൻ എന്ന് പറയുന്നത്. അധ്യാപകൻ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. H2O എന്ന് പറയുന്ന രസതന്ത്രത്തിൽ വെള്ളത്തിന്റെ അല്ലെങ്കിൽ ജലത്തിന്റെ ഒരു സമവാക്യം H2O, 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും 2:1 എന്ന അനുപാതത്തിൽ സംഗമിക്കുമ്പോൾ ജലം ഉണ്ടാകുന്നു എന്ന് നമ്മളെ രസതന്ത്രം അധ്യാപകൻ നമ്മളെ പഠിപ്പിക്കുന്നു. പക്ഷെ അദ്ദേഹം ജലം ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടല്ല ആ പഠനം നടത്തുന്നത്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ അത് പറയുന്നത്. പക്ഷേ ഒരു ഗുരുനാഥനെ സംബന്ധിച്ചിടത്തോളം, ഒരു ആചാര്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തൻ്റെ അനുഭവങ്ങളിലൂടെയാണ് ശിഷ്യഗണങ്ങളിലേക്ക് ഏതൊരു കാര്യവും എത്തിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പൊ ആ ഗുരുക്കന്മാരെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ആത്മാവ് തന്നെയാണ് ഗുരു എന്ന് ഭാഗവതം ഇവിടെ എടുത്തു കാണിക്കുന്നു. ആത്മനോ ഗുരുരാത്മൈവ എന്ന് ഭാഗവതം പറയുന്നു. അപ്പൊ ഏകാദശ സ്കന്ധത്തിൽ 7, 8, 9 തുടങ്ങിയ അധ്യായങ്ങളിൽ ആദിഗുരുവായിട്ടുള്ള, മഹാഗുരുവായിട്ടുള്ള, ലോകത്തെ തന്നെ പാഠ്യവിഷയമാക്കി മാറ്റിയ മഹാഗുരുവായിട്ടുള്ള ദത്തത്രേയ മഹർഷി കണ്ടെത്തിയ 24 ഗുരുക്കന്മാരെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവധൂതനായിട്ടുള്ള ദത്തത്രേയ മഹർഷി 24 ഗുരുക്കന്മാരെ കണ്ടെത്തിയ വലിയ പാഠം ഇങ്ങനെ ഗ്രഹിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ തുടക്കം. അപ്പോൾ ഗുരു എന്ന് പറയുന്ന ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് പൂർണ്ണനും പ്രശാന്തചിത്തനും ഒരാളാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഗുരുത്വം എന്നൊക്കെ നമ്മൾ നാട്ടിൻപുറങ്ങളിൽ അല്ലെങ്കിൽ സാധാരണ ഭാഷയിൽ ഗുരുത്വമുള്ളവനാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ നമുക്കറിയാം ഭൂമിക്ക് ഗുരുത്വാകർഷണമുണ്ട്. ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് വസ്തുക്കളെ ആകർഷിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഗുരു തന്നിലേക്ക് അടുക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണമായി സമർപ്പിക്കുന്ന ശിഷ്യഗണങ്ങളെ തന്നെ ഭഗവാനിലോട്ട് അടുപ്പിക്കുന്ന ഒരു ആകർഷണ ശക്തിയുള്ള ഒന്നായിട്ട് മാറാൻ ഗുരുവിന് സാധിക്കുന്നതും ഗുരു എന്നുള്ള തത്വം ഇത്രയും മഹനീയമാകുന്നതും നമ്മുടെ സങ്കല്പത്തിൽ ഇത്രയധികം പ്രസക്തമാവുന്നതും അതിനാലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടുത്തെ ദത്തത്രേയ മഹർഷി, ആദിഗുരുവായിട്ടുള്ള ദത്തത്രേയ മഹർഷി കണ്ടെത്തിയിട്ടുള്ള 24 ഗുരുക്കന്മാർ ആരെല്ലാമാണ് എന്ന് ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നു. അതിലൊക്കെ ഉപരി തുടക്കത്തിൽ തന്നെ ഇവിടെ പറയുന്നുണ്ട്, യസ്യ നാസ്തി സ്വയം പ്രജ്ഞ ശാസ്ത്രം തസ്യ കരോതിക്കും എന്നാണ് പറയുന്നത്. പുറമേ നമ്മൾ പല ഗുരുക്കന്മാരെ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി പാഠങ്ങൾ അഭ്യസിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവാം. പക്ഷേ ഈ ഉപഗുരുക്കന്മാർക്ക് വഴികാട്ടണമെങ്കിൽ, നമുക്ക് മാർഗമധ്യം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കണമെങ്കിൽ, അത് വേദമാവട്ടെ, നമ്മളെ ആശ്രയിച്ച ഗുരു വേദമാവട്ടെ, അധ്യാത്മശാസ്ത്രങ്ങൾ ഏതുമാകട്ടെ, ഒരു വ്യക്തിയാവട്ടെ, പക്ഷെ അതെല്ലാം നമ്മളെ വഴികാണിക്കണമെങ്കിൽ നമ്മളുടെ പ്രജ്ഞ പ്രതിഷ്ഠിതമായിരിക്കണം. നമ്മുടെ ബുദ്ധിശക്തി ഭഗവാനിൽ സമർപ്പിച്ചാൽ മാത്രമേ, ആർക്കാണോ ബോധസ്വരൂപനായിട്ടുള്ള ആ ആത്മവസ്തുവായിട്ടുള്ള ഗുരു വെളിച്ചത്ത് വരാത്തത്, അവന് ഈ ഉപഗുരുക്കന്മാരിൽ നിന്ന് പാഠം പഠിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പൊ സ്വയം പ്രജ്ഞ ഉണർന്നവന് മാത്രമാണ് മറ്റു ഗുരുക്കന്മാരൊക്കെ വെളിച്ചമായിട്ട് മാറുന്നത്. അപ്പൊ ഇതിലൂടെ ഭാഗവതം വെളിവാക്കി തരുന്ന ഒരു വലിയ സങ്കല്പമുണ്ട്. ഗുരു പുറമേ മാത്രമല്ല, അകമേ ഉള്ള ഗുരുവാണ് ആദ്യം പ്രകാശിക്കേണ്ടത്. അകമേക്കുള്ള വിളക്കാണ് തെളിയിക്കേണ്ടത് എന്ന് ആദ്യം പഠിക്കുന്നു. ആ വിളക്കിന്റെ പ്രകാശത്താലാണ് മറ്റു വസ്തുക്കളിൽ നിന്നൊക്കെ പാഠങ്ങൾ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുന്നത്. സ്വയമായിട്ട് സ്വന്തം പ്രജ്ഞ ഉണർന്നവന് ജഡവസ്തുക്കളിൽ നിന്നും നിർജീവമായ വസ്തുക്കളിൽ നിന്ന് പോലും കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള ആ പാഠവും ഉണ്ടാവും എന്ന് ഭാഗവതം തുറന്ന് കാണിച്ചു തരികയാണ്. അല്ലാത്തതെല്ലാം സ്വയപ്രജ്ഞ ഉണരാത്തവന് ശാസ്ത്രം അന്ധന് കാട്ടിയ ഒരു കണ്ണാടി പോലെ മാത്രമാണ് വെളിവാകുന്നത് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സന്ദർഭം. ദത്തത്രേയ മഹർഷി പറയാണ്, ഇത് മഹാരാജാവും ദത്തത്രേയനും തമ്മിലുള്ള ഒരു സംവാദത്തിന്റെ ആ ഒരു രൂപത്തിലാണ് ഭാഗവതം ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ഗ്രഹിച്ച, ഞാൻ പഠിച്ച, ഞാൻ മനസ്സിലാക്കിയ, ഞാൻ പകർത്തിയ 24 ഗുരുക്കന്മാർ ഇതാ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിർമ്മലമായ ബുദ്ധിയോടുകൂടി ദത്തത്രേയ മഹർഷി ഇത് മഹാരാജാവിനോട് പറയുന്നത്. ആ ഗുരുക്കന്മാർ ഇപ്രകാരമാണ്: പൃഥ്വി വായുരാകാശമാഭോ അഗ്നിചന്ദ്രമാ രവിഹി കപോതോ അജഗര സിന്ധു പതംഗോ മധുകൃത് ഗജഃ മധുഹ ഹരിണ മീനഃ പിംഗള കുരരോ അർഭകഃ കുമാരി ശരകൃത് സർപ്പഃ ഊർണനാപി സുപേശകൃത്. ഇങ്ങനെ 24 ഗുരുക്കന്മാർ അടങ്ങിയിട്ടുള്ള ഒരു ശ്ലോകം. അതിൽ പഞ്ചഭൂതങ്ങളെയാണ് ആദ്യ 5 ഗുരുക്കന്മാരായിട്ട് മഹർഷി
ചൂണ്ടിക്കാണിക്കുന്നത്. പൃഥ്വി വായുരാകാശമാപഹ. പൃഥ്വി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭൂമി. ഭൂമിയാണ് ഞാൻ മനസ്സിലാക്കിയ ആദ്യത്തെ ഗുരു എന്ന് ദത്താത്രേയ മഹർഷി പറയുന്നു. അത്ഭുതമാണ് ഈ 24 ഗുരുക്കന്മാരുടെ സവിശേഷതകൾ. പ്രത്യേകിച്ച് ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ചില ശാസ്ത്രങ്ങളിലോ മാത്രം ഗുരുബുദ്ധിയോടുകൂടി നമ്മൾ സമീപിക്കുമ്പോൾ ആ ചിന്തകളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് പ്രകൃതിയെ തന്നെ പാഠപുസ്തകമാക്കി മാറ്റിയ ദത്താത്രേയ മഹർഷി ഈ പഠിക്കേണ്ടവർക്ക് ഈ ഉലകമേ ഒരു കലാശാല, ഏറ്റവും വലിയ സർവകലാശാല എന്ന് പറയുന്നത് പ്രകൃതിയാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു രംഗം കൂടിയാണ്. അതിലാദ്യമായിട്ട് അമ്മയായിട്ടുള്ള ഭൂമി മാതാവിൽ നിന്ന് താൻ ഗ്രഹിച്ച ഒരു കാര്യമാണ്, ഭൂമിയെ ഗുരുവായി സങ്കല്പിച്ച ഒരു കാര്യമാണ് ദത്താത്രേയ മഹർഷിയോടെ പറയുന്നത്. ഭൂമിയിൽ നിന്ന് അദ്ദേഹം ഗ്രഹിച്ചു ധൈര്യവും ക്ഷമയുമാണ് 2 പാഠങ്ങൾ. ഭൂമിയിൽ നിന്ന് അദ്ദേഹം ഗ്രഹിച്ച 2 സംഗതികൾ ഇവയാണ്. നമുക്കറിയാം ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് പ്രത്യേകം വേണ്ടിയിട്ടുള്ള ഒരു ഗുണം കൂടിയാണ് തിതിക്ഷ, ക്ഷമ എന്ന് പറയുന്നു. ഏറ്റവും ക്ഷമയുള്ളവരാണ് ഏറ്റവും ശക്തിമത്തായിട്ട് കാണപ്പെടുന്നത് എന്നാണ്. അപ്പൊ ഭൂമിയെ എന്തെല്ലാം ഉപദ്രവങ്ങൾ നമ്മളെ ഏൽപ്പിക്കുന്നു, ഭൂമിയെ മുറിപ്പെടുത്തുന്നു. ആദ്യകാലങ്ങളിൽ കിണറുകൾ പോലും ഇല്ലായിരുന്നു, നദീജലങ്ങളിലെ ആ ജലമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് കിണർ കുഴിക്കാൻ തുടങ്ങി. കുറച്ചുകൂടി ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയപ്പോൾ നമ്മൾ ബോർവെല് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറി. പിന്നീട് ഭൂമിയുടെ അന്തരംഗ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ന്യൂക്ലിയർ അറ്റോമിക് റിയാക്ഷൻസിന്റെ ഫലമായി നമ്മൾ ഭൂമിയെ ആഴത്തിൽ കുഴിക്കുവാൻ തുടങ്ങി. JCB മുതലായിട്ടുള്ള ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പാറകളും പർവ്വതങ്ങളും ഇടിച്ചു പൊടിയാക്കാൻ തുടങ്ങി. അങ്ങനെ എന്തെല്ലാമോ ഭൂമിയെ നമ്മൾ ഇത്തരത്തിൽ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി സ്വാർത്ഥ തൽപരരായിക്കൊണ്ട് പോലും ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ചൂഷണം ചെയ്യുന്നു എന്ന് പറയാൻ സാധിക്കും. നദികളെ മലിനമാക്കാൻ തുടങ്ങി, വൃക്ഷങ്ങളെ വെട്ടിമാറ്റാൻ തുടങ്ങി. അപ്പൊ ഇതെല്ലാം ചെയ്തിട്ടും ഭൂമി എത്ര ക്ഷമയുള്ളവളായിട്ടാണ് ഇരിക്കുന്നത്. ഭൂമിയുടെ ക്ഷമ ഒരു ദൗർബല്യമായിട്ട് കണക്കാക്കുന്നവർക്ക് ഭൂമി വലിയ തിരിച്ചടി നൽകിയിട്ടുണ്ട്. അതാണ് ക്ഷമയുള്ളവർക്ക് ശക്തി കൂടുതലാണെന്ന് പറയാൻ കാരണം. നമുക്ക് എല്ലാവർക്കും അറിയാം കേരളക്കര അഭിമുഖീകരിച്ചിട്ടുള്ള 2018 പ്രളയം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഏറെ നാളുകളായിട്ടില്ല. ആ പ്രളയത്തിൽ നിന്ന് നമ്മൾ വലിയൊരു പാഠം ഗ്രഹിച്ച ആളുകളാണ്. ഭൂമി അതിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് മനുഷ്യൻ കോട്ടം തട്ടിച്ചപ്പോൾ അത് അതിന്റെ സന്തുലിതാവസ്ഥയെ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി ക്ഷമയുടെ നെല്ലിപ്പടി എത്തി എന്ന് പറയുന്നു. അപ്പോഴും ഒരു തിരിച്ചടി എന്ന രൂപത്തിലും ഒന്നുമായിട്ടില്ല, ഒരു പ്രതികരണത്തിലേക്കും ഭൂമി വന്നിട്ടില്ല. അപ്പൊ ക്ഷമയുടെ മൂർത്തിമത് ഭാവമാണ് ഭൂമി ദേവി എന്ന് പറയുന്നത്. ആ വലിയ പാഠം ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണം. ക്ഷമയുടെ തന്നെ പര്യായ പദങ്ങളായിട്ടുള്ള അനേകം മഹാപുരുഷന്മാർ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഭൂമിയുടെ തന്നെ മക്കളായിട്ടുള്ള. അപ്പൊ ഭൂമിക്ക് മാത്രമല്ല ക്ഷമയുള്ളത്, ഭൂമിയുടെ മക്കളായിട്ടുള്ള രത്നഗർഭ എന്ന് പറയാറുണ്ട്. സവിശേഷങ്ങളായ രത്നങ്ങളെ, രത്നത്തിന് തുല്യമായ മഹത്തുക്കളെ ഗർഭം ധരിക്കയാൽ രത്നഗർഭയാണ് ഭൂമി എന്ന് പറയാറുണ്ട്. വാൽമീകി രാമായണത്തിൽ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ക്ഷമയാ പൃഥ്വീ സമ, ക്ഷമയിൽ പൃഥ്വിയോട് തുല്യം ആരുണ്ടോ എന്ന് ചോദിച്ചാൽ ശ്രീരാമചന്ദ്രൻ എന്ന് പറയാൻ സാധിക്കും. നോക്കൂ, ആശയ സംഘടനകൾ നിറഞ്ഞു നിൽക്കുന്ന രാമായണത്തിലെ പല ഘട്ടങ്ങളിലും എത്ര ക്ഷമയോടുകൂടിയാണ് ശ്രീരാമചന്ദ്രൻ പെരുമാറിയിട്ടുള്ളത്. നേരെ മറിച്ച് ലക്ഷ്മണസ്വാമി അടുത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹം കോപം കൊണ്ട് തന്റെ പിതാവിനെ പോലും, തന്റെ ജ്യേഷ്ഠന് രാജ്യം നിഷേധിച്ച തന്റെ പിതാവിനെ കൊല്ലുവാൻ വേണ്ടി വാളെടുത്ത് അടുത്തേക്ക് ചെല്ലുകയാണ് ലക്ഷ്മണൻ ചെയ്യുന്നത്. പക്ഷെ ആ സമയത്തും ശ്രീരാമചന്ദ്രൻ മൗനം പാലിച്ചിരുന്നു എന്നുള്ളതാണ്. ആ സമയത്തും ക്ഷമ പാലിച്ചിരുന്നു എന്നുള്ളതാണ്. മറിച്ച് ഇവിടെ ലക്ഷ്മണനൊരു ഉപദേശവും കൊടുക്കുന്നുണ്ട്, ക്ഷമയുടെ പാഠങ്ങൾ അഭ്യസിപ്പിക്കുന്നുണ്ട്. ഒരു രാമഗീത എന്ന കണക്കിൽ രാമായണത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ ക്ഷമ എന്ന് പറയുന്നത് ദൗർബല്യം കൊണ്ട് ക്ഷമിക്കലല്ല, ക്ഷമിക്കുന്നത് കൊണ്ട് പ്രതികാര ബുദ്ധിയില്ലാതിരിക്കാനും എനിക്ക് ക്ഷമ കൊണ്ട് ചിത്തവിക്ഷേപമില്ലാതിരിക്കുന്നതും എനിക്കൊരു ഗുണമാണ് എന്ന തിരിച്ചറിവിൽ ക്ഷമിക്കുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ മഹനീയമായിട്ടുള്ള ഒരു രഹസ്യം എന്ന് പറയുന്നത്. അപ്പൊ അത് ശ്രീരാമസ്വാമി ബോധിച്ചു. മാത്രമല്ല ഇങ്ങനെ അനേകം ഉദാഹരണങ്ങളുണ്ട്. ഭൂമിദേവിയുടെ ക്ഷമയെ പോലെ തന്നെ ക്ഷമയും ധൈര്യവും ഉൾക്കൊണ്ടുകൊണ്ട എത്രയോ മഹത്തുക്കൾ. അതിലൊരു ഉദാഹരണമാണ് ഏകനാഥ ഭാഗവതർ. അദ്ദേഹം ഗോദാവരി സ്നാനം കഴിഞ്ഞ് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് വലിയ ക്ഷമയാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ക്ഷമയെ പരിശോധിക്കുവാൻ വേണ്ടി, പരീക്ഷിക്കുവാൻ വേണ്ടി ഒരാള് വായിൽ വെറ്റില നിറച്ചു വെച്ചുകൊണ്ട് ഏകനാഥ ഭാഗവതരുടെ മുഖത്തേക്ക് തുപ്പി എന്ന് പറയുന്നു.
അപ്പോൾ ഇത് കണ്ടപ്പോൾ അദ്ദേഹം വീണ്ടും ഗോദാവരിയിൽ സ്നാനം ചെയ്തു വന്നു. വീണ്ടും വഴിമധ്യേ ആ വ്യക്തി അദ്ദേഹത്തെ വീണ്ടും അപമാനിച്ചു. വെറ്റില മുറുക്കി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തുപ്പി. അങ്ങനെ 27 പ്രാവശ്യം ഇത് തന്നെ ആവർത്തിച്ചു. അദ്ദേഹം വീണ്ടും ഗോദാവരി സ്നാനം ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ഈ വെറ്റില മുറുക്കി തുപ്പിയ വ്യക്തി ഇദ്ദേഹത്തിന്റെ കാലിൽ വീണുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചു പറയുകയാണ്, അങ്ങ് എത്ര മഹാത്മാവാണ്, ഇതിന്റെ രഹസ്യം എന്താണ്? ഞാൻ ഇത്രയും പ്രാവശ്യം അങ്ങയെ നിന്ദിച്ചിട്ടും ഇത്രയും പ്രാവശ്യം അങ്ങയെ പരിഹസിച്ചിട്ടും അങ്ങ് എന്നോട് ക്ഷമിക്കുന്നുവല്ലോ. ഒരു ചിത്തവിക്ഷേപവും ഉണ്ടായില്ല, ഒരു കോപവും ഉണ്ടായില്ല, ഒരു താപവും ഉണ്ടായില്ല. എന്താണ് ഇതിന്റെ പിന്നിലുള്ള സാങ്കത്യം എന്ന് ചോദിക്കുകയാണ്. ഏകനാഥ ഭാഗവതർ പറയാണ്, ഒന്നുമില്ല, വളരെ ലളിതമായ രീതിയിലുള്ള ഒരു ഉത്തരമാണ് നൽകിയത്. നീ തുപ്പിയ അഴുക്ക് ഞാൻ ഗോദാവരിയിൽ പോയി സ്നാനം ചെയ്യുമ്പോൾ, ഗംഗയിൽ പോയി സ്നാനം ചെയ്യുന്ന സമയത്ത് ആ ചെളി എൻ്റെ ശരീരത്തിൽ നിന്ന് മാഞ്ഞു പോകും. നേരെ മറിച്ച് ഞാൻ കോപപ്പെട്ടിരുന്നുവെങ്കിൽ, ഞാൻ ദേഷ്യം കാണിച്ചിരുന്നുവെങ്കിൽ എൻ്റെ ഉള്ളിലുണ്ടായ കറ, ആ ചെളി ഒരിക്കലും കഴുകിക്കളയാൻ പറ്റാതെ പോയേനെ എന്നുള്ള ഒരു ഉത്തരമാണ് ഏകനാഥ ഭാഗവതർ കൊടുത്തത്. മാത്രമല്ല, നീ കാരണമാണ്, നീ നിമിത്തമാണ് എന്ന് എനിക്ക് 27 പ്രാവശ്യം ഗംഗാ സ്നാനം ലഭിച്ചത്. ഗോദാവരി നദിയിൽ മുങ്ങിക്കുളിച്ചു എന്ന് പറയുന്നു. ഗംഗാ നദിയായിട്ടാണ്, പുണ്യനദികളായിട്ടാണ് സങ്കല്പം. അപ്പൊ ഇത്രയും തവണ എനിക്ക് തീർത്ഥസ്നാനം ചെയ്യുവാൻ സാധിച്ചുവല്ലോ എന്നുള്ള കൃതാർത്ഥതയാണ് അദ്ദേഹത്തിന് ഉണ്ടായത് എന്നാണ് പറയുന്നത്. അപ്പൊ ഏകനാഥ ഭാഗവതരുടെ ക്ഷമ ഒന്ന് ആലോചിച്ചു നോക്കൂ. അപ്പൊ ഇങ്ങനെ ക്ഷമയുടെ പര്യായ പദങ്ങളായി നിരവധി മഹത്തുക്കളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ക്ഷമ എന്ന് പറയുന്ന പാഠം ഭൂമിയിൽ നിന്ന് ഗ്രഹിച്ചുകൊണ്ട് ഭൂമിയെ ഗുരുവായി സ്വീകരിച്ചു ദത്താത്രേയ മഹർഷി എന്ന് പറയുന്നു. ഇനി രണ്ടാമതായി അദ്ദേഹം കാണുന്നത്, തൻ്റെ ഗുരുവായി കാണുന്നത് വായുവിനെയാണ്. വായുവിന് എന്താ പ്രത്യേകത? വായു പല സ്ഥലങ്ങളിലൂടെയും സമ്പർക്കത്തിൽ വരുന്നു. സുഗന്ധമെടുക്കുന്നു, അത് അവിടെ ഉപേക്ഷിക്കുന്നു. ദുർഗന്ധമെടുക്കുന്നു, അത് അവിടെ ഉപേക്ഷിക്കുന്നു. ഒന്നിനോടും ഒട്ടലില്ല എന്ന് പറയുന്നു. നിസ്സംഗത ശീലിക്കാൻ ഒരു സാധകന്, ഒരു ഉപാസകന് തൻ്റെ ജീവിതത്തിൽ നിസ്സംഗനായിരിക്കാൻ തന്നെ പര്യാപ്തപ്പെടുത്തുന്ന ഒരു വലിയ ഉദാഹരണവും ഗുരുവും ഒക്കെയാണ് വായു എന്ന് പറയുന്നു. ഒരു സാധകൻ അല്ലെങ്കിൽ ഒരു ഭക്തൻ നല്ല ആളുകളുമായി സമ്പർക്കത്തിൽ വരും, ചീത്ത ആളുകളുമായി സമ്പർക്കത്തിൽ വരും. പക്ഷെ ഇതിലൊന്നും വ്യാപരിക്കാതെ തൻ്റെ മനസ്സിനെ ഉദ്ധരിക്കുവാനുള്ള വലിയൊരു ശേഷി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. നിസ്സംഗനായി ഒട്ടലില്ലാതെ കർമ്മങ്ങളൊക്കെ ചെയ്യും, തൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്യും. പക്ഷെ ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് പോലെ നിസ്സംഗനായി പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നത് വായു എന്ന് പറയുന്ന വലിയൊരു തത്വത്തെ ആസ്പദമാക്കി അതിനെ ഗുരുവായി സ്വീകരിക്കുന്നത് കൊണ്ട് അതിന് സാധിക്കും എന്ന് പറയുന്നു. അങ്ങനെ രണ്ട് ഗുരുക്കന്മാരിലൂടെയും ദത്താത്രേയ മഹർഷി പ്രകൃതിയിലെ വലിയ ആരാധ്യരായിട്ടുള്ള രണ്ട് കാര്യങ്ങളെയാണ് കാണിച്ചു തന്നിരിക്കുന്നത്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ നമ്മുടെ ശരീരത്തിൽ പൃഥ്വി എന്ന് പറയുന്ന ഒരു വലിയ ശക്തി ഒരു ഗുരുനാഥനാണ്. രണ്ടാമതായി വായുവിനെ പറഞ്ഞു. മൂന്നാമതായിട്ട് പറയുന്നു ആകാശമാണ് എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്നു. ആകാശത്തിൽ നിന്നും മഹർഷി ഗ്രഹിച്ച പാഠം എന്ത് നമുക്കറിയാം. ആകാശം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വ്യാപന ശേഷിയുള്ള ഒന്നാണ്. അത് എപ്രകാരം ഇപ്പോൾ ശാസ്ത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉദാഹരണത്തിലൂടെ വളരെ എളുപ്പത്തിൽ അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ കുറച്ച് മണ്ണെടുത്ത് നമ്മളൊരു സ്ഥലത്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വേറെ എവിടെയും വ്യാപിക്കില്ല. നമ്മൾ എവിടെയാണോ അതിനെ നിക്ഷേപിച്ചത് ആ സ്ഥലത്ത് തന്നെ അതിരിക്കും. അതിന് വ്യാപന ശേഷി നന്നേ കുറവാണ്. ഖരപദാർത്ഥങ്ങൾക്ക് വ്യാപന ശേഷി കുറവാണ്. ഇനി കുറച്ചു കഴിഞ്ഞ് വന്നാൽ കുറച്ച് ജലം എടുത്തിട്ടാണ് നമ്മൾ ഒരു ദിക്കിലേക്ക് അതിനെ ഒഴിക്കുന്നത് എങ്കിൽ അത് കുറച്ചൊക്കെ വ്യാപിക്കും. മണ്ണ് വ്യാപിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് വ്യാപിക്കാൻ അതിന് സാധിക്കും. ഖരപദാർത്ഥത്തിന് വ്യാപന ശേഷി കുറവാണെന്ന് നമുക്കറിയാം. പക്ഷെ ജലത്തിലോട്ട് വരുമ്പോൾ അതിന് വ്യാപനത്വം കൂടും. മണ്ണിനേക്കാൾ സൂക്ഷ്മമാണ് ജലം എന്നാണ് അതിൻ്റെ അർത്ഥം. മണ്ണ് സ്ഥൂലമാണ്, നമുക്ക് കാണാം, വലുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഖരപദാർത്ഥമാണ്. ഇനി അതിനേക്കാൾ സൂക്ഷ്മമാണ് ജലം. ഇനി ജലത്തിനെ കവിഞ്ഞ് നമുക്ക് അഗ്നിയെ പരിശോധിച്ചാൽ അഗ്നി അല്പസ്വല്പം വശങ്ങളിലേക്കും നേരെയും എല്ലാം വ്യാപിക്കാൻ, ചെരുവ് തലങ്ങളിലേക്കും ഒക്കെ വ്യാപിക്കാൻ വ്യാപന ശേഷി കൂടുതലാണ്. ഇപ്പൊ ജലത്തിനേക്കാൾ സൂക്ഷ്മം അഗ്നി. ഇനി അതിനേക്കാൾ സൂക്ഷ്മമായ ഒന്നാണ് വായു എന്ന് പറയുന്നത്. അതിന് വ്യാപനശേഷി വളരെ കൂടുതലാണ്. നമുക്കറിയാം, പൂജാമുറിയിൽ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചാൽ, കൊളുത്തി വെച്ചാൽ അതിൻ്റെ ഗന്ധം എല്ലായിടത്തും വ്യാപിക്കും. അടുക്കളയിൽ അമ്മ പാചകം ചെയ്യുമ്പോൾ
ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ ആ ഗന്ധം മുറികളിലേക്ക് എല്ലാം വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വായുവിന് വ്യാപനശേഷി കൂടുതലാണ്. അപ്പോൾ അതിനേക്കാൾ സൂക്ഷ്മമാണ്, ജലത്തേക്കാൾ സൂക്ഷ്മമാണ് വായു. ഇനി വായുവിനേക്കാൾ സൂക്ഷ്മമായത് എന്തുണ്ട് എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഉണ്ട് ആകാശം എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളിൽ അതീവ ശ്രേഷ്ഠമായ ഒന്ന്. അതിന് വ്യാപനശേഷി വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയാറുണ്ട് അതിന് അറ്റവും അവസാനവും ഇല്ല ആകാശത്തിന് എന്ന് പറയാം. അത് അനന്തമാണ് എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ. അതെന്തുകൊണ്ടാണ്? അതീവ സൂക്ഷ്മമായതുകൊണ്ടാണ്. അപ്പൊ സൂക്ഷ്മതലത്തിൽ ആത്മതത്വത്തെ വിചിന്തനം ചെയ്യാനുള്ള പാഠമാണ് ആകാശത്തിൽ നിന്നും ഗ്രഹിക്കുന്നത്. ആത്മാവ് അതീവ സൂക്ഷ്മവും സർവവ്യാപിയുമാണ്. നമ്മളുടെ കേവലം ഒരു ശരീരത്തിൽ മാത്രമല്ല ആത്മാവ് ഇരിക്കുന്നത്, വിവിധങ്ങളായ ശരീരങ്ങളിലുണ്ട്. സ്പേസ് എന്ന് പറയുന്നത് പോലെ അത് വളരെ ശക്തിമത്താണ്. നമുക്കറിയാം നമ്മെ താങ്ങി നിൽക്കുന്ന, ഉദാഹരണത്തിൽ പറയാറുണ്ട്, നമ്മളൊരു ചെയറിൽ ഇരിക്കുന്നു എന്ന് കരുതുക. നമ്മൾക്കാണോ ശക്തി കൂടുതൽ, അതോ നമ്മളെ താങ്ങിയിരിക്കുന്ന ചെയറിനാണോ ശക്തി കൂടുതൽ എന്ന് ചോദിക്കാറുണ്ട്. നമ്മളെ താങ്ങിയിരിക്കുന്ന ചെയറാണ് ഏറ്റവും ശക്തി. ഇനി ആ ചെയർ ഇരിക്കുന്ന നിലത്തിനാണോ ശക്തി കൂടുതൽ, ചെയറിനാണോ എന്ന് ചോദിച്ചാൽ ആ നിലത്ത് തന്നെയാണ്. കോടാനുകൂടി കെട്ടിടങ്ങളും മറ്റും ഉള്ള ഈ കെട്ടിടത്തിനാണോ ശക്തി കൂടുതൽ, അതിനെല്ലാം താങ്ങി നിൽക്കുന്ന ഈ ഭൂമിക്കാണോ ശക്തി കൂടുതൽ എന്ന് ചോദിക്കാറുണ്ട്. ഭൂമിക്ക്. ഇനി ഈ ഭൂമി സകല ജന്തുജാലങ്ങളെയും ഇത്രയധികം മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും താങ്ങുന്ന ഈ ഭൂമി സ്പേസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഭൂമിക്കാണോ ശക്തി കൂടുതൽ, ഈ സ്പേസിനാണോ എന്ന് ചോദിച്ചാൽ നിസ്തർക്കം നമുക്ക് പറയാൻ സാധിക്കും ഭൂമിയെ താങ്ങി നിർത്തുന്ന ഈ സ്പേസ് എന്ന് പറയുന്നത് അത് അതീവ സൂക്ഷ്മമാണ്, നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ആ ശക്തി തന്നെയാണ് സവിശേഷമായി ആത്മവസ്തുവായി നമ്മളിൽ എല്ലാവരിലും ഉള്ളത് എന്നുള്ളതാണ്. സൂര്യനെ പോലെയാണത്, പ്രകാശം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഒരു കുടത്തിൽ ഒരു സ്പേസ് ഉണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ഓരോ കുടത്തിലും ഓരോ സ്പേസ് ഉണ്ട്. ഈ കുടം പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിലെ ആ സ്പേസ് വലിയ സ്പേസിനോട് ലയിക്കുകയാണ് ചെയ്യുന്നത്. ഘടാകാശം, മഹാകാശം എന്നൊക്കെ പറഞ്ഞ് വേദാന്തത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ദൃഷ്ടി കൊണ്ട് മാത്രമാണ് അത് വേറെ ഇത് വേറെ എന്നുള്ള ഭേദങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ആത്മാവ് നിത്യനും അവ്യയനും സർവവ്യാപിയുമാണ് എന്നുള്ളത് ആകാശം എന്നുള്ള ഭൂതത്തിൽ നിന്നും അദ്ദേഹത്തിന് ഗ്രഹിക്കാൻ സാധിച്ചു. അപ്പൊ പൃഥ്വി, വായു, ആകാശം. ഇനി ജലം എന്ന് പറയുന്ന പൃഥ്വി, വായു, ആകാശം, ആപഹ. ഇനി ജലം എന്ന് പറയുന്ന തത്വത്തിൽ നിന്നും എന്തു പഠിച്ചു? ദത്താത്രേയ മഹർഷി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എപ്രകാരം ജലത്തെ പോലെ മധുരമായിട്ടിരിക്കാം. അപ്പൊ നമുക്കറിയാം ജലത്തിന് എന്താ രുചിയുള്ളത്? സാധാരണ മോഡേൺ സയൻസിന്റെ കണ്ടുപിടുത്ത പ്രകാരം നമുക്കറിയാം വാട്ടർ ഈസ് കളർലെസ്, ടേസ്റ്റ്ലെസ് എന്നൊക്കെ പറയും, രുചിയില്ല എന്നൊക്കെ പറയും. പക്ഷേ ദാഹിച്ചു വരുന്ന ഒരാള് കുറച്ച് പച്ചവെള്ളം കുടിച്ചാൽ നമുക്കറിയാം അതിന്റെ രുചി എന്ന് പറയുന്നത് മധുരമാണ്. അപ്പൊ ജലം എപ്രകാരം നമ്മുടെ ദാഹത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മധുരമായിട്ടിരിക്കുന്നുവോ അതുപോലെ മധുരമായിട്ടിരിക്കാൻ നമുക്കും സാധിക്കണം എന്നുള്ള വലിയ പാഠമാണ് ജലത്തിൽ നിന്നും അദ്ദേഹം ഗ്രഹിച്ചത്. പിന്നൊരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ്, ശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം ആസിഡ്, ആൽക്കലി ഇത് രണ്ടിന്റെയും കലർപ്പില്ലാതെ ന്യൂട്രൽ ആയിട്ടിരിക്കുന്നത് ജലമാണ്. pH 7 എന്ന് പറയുന്നത്. pH 7 അല്ലെങ്കിൽ pH 7 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന pH സ്കെയിലിൽ 7 താഴെയുള്ളതെല്ലാം ആസിഡുകളായിട്ട് നമ്മൾ പറയും. 7 കൂടുതൽ ഉള്ള എല്ലാം നമ്മൾ ആൽക്കലികളായിട്ട് പറയും. അപ്പൊ എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ആസിഡിന് ആസിഡിന്റെ ഗുണം മാത്രമാണുള്ളത്, ആൽക്കലിക്ക് ആൽക്കലിയുടെ ഗുണങ്ങൾ മാത്രമാണുള്ളത്. പക്ഷേ ഇതിന് രണ്ടിന്റെയും ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് ജലത്തിലാണുള്ളത്. ജലം ന്യൂട്രൽ ആണ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ജലത്തിന് ഏറെ സവിശേഷതകളുണ്ട്. അത് ഒരു കാര്യത്തിന് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, കുടിക്കാൻ ഉപയോഗിക്കും, കുളിക്കാൻ ഉപയോഗിക്കും, മറ്റു പല ആവശ്യങ്ങൾക്കും നമ്മൾ ജലം ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ജലത്തിന്റെ സവിശേഷതകൾ അനാദിയാണ്, ഒരുപാട് ഗുണങ്ങളുണ്ട്, ഗുണത്തിന് അതീതമാണ് എന്നും പറയാം. അപ്പോൾ സങ്കുചിതമായ സവിശേഷതകളിൽ നിന്നും എല്ലാം മാറി അനേകം സവിശേഷതകളോട് കൂടി അല്ലെങ്കിൽ ഗുണാതീതമായിട്ട് നിലകൊള്ളുന്ന ഒരവസ്ഥയാണ് ഈ ന്യൂട്രാലിറ്റി. സത്യത്തിൽ യോഗികളും അവധൂതാദികളും ഉപാസകരും സാധകരും എല്ലാം സെർച്ച് ചെയ്ത് പോകേണ്ട പോയിന്റ് ഈ ന്യൂട്രാലിറ്റി അല്ലേ എന്ന് തോന്നാറുണ്ട്.
അതാണ് ജലത്തിൽ നിന്നും പഠിക്കുന്ന ഒരു വലിയ പാഠം. ദത്താത്രേയ മഹർഷി ജലത്തിനെ ഗുരുവായി സ്വീകരിച്ചു. ഇനി അടുത്ത ഗുരു, പഞ്ചഭൂതങ്ങളിൽ അടുത്ത ഗുരുവായിട്ട് പറയുന്നത് അഗ്നിയെയാണ്. അഗ്നിക്ക് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും ശുദ്ധി എന്ന് പറയുന്നത്, ഇപ്പൊ വായു ദുർഗന്ധമുള്ള ഇടങ്ങളിലേക്ക് പോയാൽ അതിന്റെ ദുർഗന്ധം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ജലം മാലിന്യം നിറഞ്ഞ സ്ഥലത്തൂടെ ഒഴുകിയാൽ മലിനജലമായിട്ട് മാറും. പക്ഷെ അഗ്നിയോ എന്ത് അശുദ്ധ വസ്തുക്കളിലൂടെ കത്തി അമർന്നാലും അത് സ്വയം ശുദ്ധമായിട്ട് തീരുന്ന ഒന്ന് തന്നെയാണ്. എല്ലാ അശുദ്ധികളെയും ദഹിപ്പിച്ച് ശുദ്ധമായിട്ട് മാറുന്നു. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഹിതമാണോ മിതമായിട്ടാണോ കഴിക്കുന്നത് എന്ന് നോക്കാതെ നമ്മൾ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും കഴിക്കുന്നുണ്ട്. അതിനെല്ലാം ജീർണിപ്പിക്കുന്ന ജഠരാഗ്നി എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവത് സ്വരൂപത്തിലുള്ള അഗ്നിദേവൻ തന്നെയാണ് ഉള്ളിലിരിക്കുന്നത് എന്ന് പറയാറുണ്ട്. നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിപ്പിക്കുന്നത് അഗ്നിയാണ്. അപ്പൊ നമ്മുടെ എല്ലാ അശുദ്ധികളെയും ശുദ്ധീകരിച്ച്, അല്ലെങ്കിൽ എല്ലാ അശുദ്ധികളെയും കളഞ്ഞ് സ്വയം ശുദ്ധമായിരിക്കുന്ന ഒരു ഭാവമാണ് അഗ്നിക്കുള്ളത്. നമ്മളുടെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള വാസനകളെല്ലാം ക്ഷയിപ്പിക്കുന്നതും ഈ അഗ്നിസ്വരൂപനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ വാസനാക്ഷയം ഏർപ്പെടണമെങ്കിൽ സ്വയം ഉള്ളിൽ ഒരു അഗ്നിയെ, ഭഗവത് അഗ്നിയെ, ആത്മസ്വരൂപാഗ്നിയെ നമ്മൾ ജ്വലിപ്പിക്കണം എന്നുള്ള വലിയ പാഠമാണ് അഗ്നിയിൽ നിന്നും ഇവിടെ ദത്താത്രേയ മഹർഷിക്ക് പാഠ്യവിഷയമായിട്ട് തോന്നിയത്. അപ്പൊ ഇങ്ങനെ പഞ്ചഭൂതങ്ങളായിട്ടുള്ള ഗുരുക്കന്മാരിൽ നിന്നും പാഠങ്ങൾ അഭ്യസിച്ചുകൊണ്ട് മഹർഷി തൻ്റെ യാത്ര തുടരുകയാണ്. തുടർന്ന് അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്ന മറ്റൊരു ഗുരു എന്ന് പറയുന്നത് ചന്ദ്രനാണ്. പൃഥ്വി വായുരാകാശമാപ അഗ്നിചന്ദ്രമാരവിഹി എന്നാണ് പറയുന്നത്. അപ്പൊ ചന്ദ്രനാണ് അടുത്ത ഗുരു എന്ന് പറയുന്നു. ഇപ്പൊ നമുക്കറിയാം, ചന്ദ്രന് അമാവാസി ദിവസം നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. പിറ്റേന്ന് മുതൽ പതുക്കെ പതുക്കെ ഓരോ കലകളായിട്ട് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. പ്രഥമ, ദ്വിതീയ തുടങ്ങിയിട്ടുള്ള തിഥികളിൽ തുടങ്ങി പൗർണമി ദിവസം വന്നാൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ചന്ദ്രനെ കാണാൻ സാധിക്കും. നല്ല ഭംഗിയുള്ള ചന്ദ്രനെ കാണാനായിട്ട് സാധിക്കും. പിന്നീട് ഈ പ്രതിഭാസം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാധാരണ ജനങ്ങളുടെ ദൃഷ്ടിയിൽ ചന്ദ്രൻ ജനിക്കുന്നു, ചന്ദ്രൻ വളരുന്നു, ചന്ദ്രൻ മരിക്കുന്നു എന്നൊക്കെ തോന്നാം. ചന്ദ്രൻ ജനിച്ച് ക്ഷയം വരുമ്പോൾ ചന്ദ്രൻ ഇതാ മരിക്കാൻ പോണെന്ന് പറയുന്നു. ഇനി അഭിവൃദ്ധി വരുന്ന സമയത്ത് അതാ ചന്ദ്രൻ വലുതായി ജനിച്ചു വളർന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ സത്യത്തിൽ ഈ വൃദ്ധിക്ഷയങ്ങൾ എന്ന് പറയുന്നത് ചന്ദ്രനെ ബാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അതേപോലെ തന്നെയാണ് ശരീരത്തിന് മാത്രമാണ് ഈ വൃദ്ധിക്ഷയങ്ങൾ ഉള്ളത്. ശരീരവും ഇതുപോലെ തന്നെയാണ്. ജനിക്കുന്നു, നിലനിൽക്കുന്നു, അല്ലെങ്കിൽ വളരുന്നു, പരിണാമങ്ങൾ സംഭവിച്ച് അത് നാശത്തിന് വിധേയമാകുന്നു. പക്ഷെ അതിനുള്ളിലിരിക്കുന്ന ആത്മാവിന് നാശമില്ല എന്ന് പറയുന്നു. ശരീരം, ഭൗതിക ശരീരത്തിന് മാത്രമാണ് പരിണാമങ്ങൾ ഉള്ളത്. ഉള്ളിലിരിക്കുന്ന ആത്മാവിന് പരിണാമം സാധിക്കില്ല. അത് നിത്യനും അവ്യയനും ശാന്തനും സത്യസ്വരൂപനും ഒക്കെയാണ്. ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ഭഗവത്ഗീതയിൽ നിന്നും കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രനെ കാണുമ്പോൾ പ്രാകൃത ജനങ്ങൾ വിചാരിക്കുന്നു വൃദ്ധിക്ഷയങ്ങൾ ഇതിനൊക്കെ ഉണ്ട് എന്നുള്ളത്. പക്ഷെ സത്യത്തിൽ ദത്താത്രേയ മഹർഷിയെ പോലുള്ള അവധൂതാദികൾ മനസ്സിലാക്കുന്നത് ചന്ദ്രനെ ഗുരുവായി കണ്ടുകൊണ്ട് ഈ ശരീരത്തിന് മാത്രമാണ് വൃദ്ധിക്ഷയങ്ങൾ, അതൊരിക്കലും ആത്മാവിനെ ബാധിക്കില്ല എന്നുള്ള വലിയ തത്വത്തിലേക്ക് എടുക്കുന്ന ഒരു രംഗം കൂടിയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ആത്മാവിന്റെ തത്വത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഭഗവത്ഗീത പറയുന്നു, പരിണാമങ്ങൾ ശരീരത്തിനെ ബാധിക്കുമെങ്കിലും ആത്മാവ് നിത്യനായി കുടികൊള്ളുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം 2-ാം അധ്യായം സാഖ്യയോഗം 23-ാമത്തെ ശ്ലോകം. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഗതി പാവക ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. ഈ ആത്മാവിനെ, ഈ ആത്മവസ്തുവിനെ സാക്ഷാൽ ഈശ്വര സ്വരൂപം തന്നെയാണ്, ഈശ്വരന്റെ അംശം തന്നെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. ആ ആത്മാവിനെ നൈനം ചിന്തന്തി ശസ്ത്രാണി, ശസ്ത്രങ്ങൾക്ക്, അസ്ത്രശസ്ത്രങ്ങൾക്ക് മുറിവേൽപ്പിക്കാൻ സാധിക്കുകയില്ല. നൈനം ദഹതി പാവക, പാവകന് അതിനെ, അഗ്നിക്ക് അതിനെ ദഹിപ്പിക്കാൻ സാധിക്കില്ല. ന ചൈനം ക്ലേദയന്ത്യാപോ, ഇനി ജലത്തിന് അതിനെ നനയ്ക്കുവാൻ സാധിക്കുകയില്ല. ന ശോഷയതി മാരുത, കാറ്റിന്, വായുവിന് അതിനെ വരട്ടുവാനും സാധിക്കുകയില്ല, ശോഷിപ്പിക്കുവാനും സാധിക്കുകയില്ല എന്ന് പറയുന്നു. ആത്മാവ് എന്ന് പറയുന്നത്
നിത്യവും അവ്യയവുമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ആ ആത്മവസ്തുവിനെ തിരിച്ചറിയണം. ശരീരത്തിന് പരിണാമങ്ങളുണ്ടെങ്കിലും അതിന് ശ്രദ്ധ കൊടുക്കാതെ ആത്മാവിനെ ധ്യാനിക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് ഒരു ലക്ഷ്യം കാണിച്ചു തരുന്നതാണ് ചന്ദ്രൻ എന്നുള്ള ഒരു വലിയ പാഠം ദത്താത്രേയ മഹർഷി ഗ്രഹിക്കുകയാണ്. അങ്ങനെ 6 ഗുരുക്കന്മാരിൽ നിന്നും ഇങ്ങനെ യാത്ര തുടർന്നു. അടുത്തത് രവി എന്ന് പറയുന്നു. സൂര്യനെയാണ് അടുത്ത ഗുരുവായിട്ട് ദത്താത്രേയ മഹർഷി സ്വീകരിച്ചിട്ടുള്ളത്. സൂര്യനിൽ നിന്ന് എന്തൊക്കെ പാഠങ്ങളാണ് അദ്ദേഹത്തിന് അഭ്യസിക്കാൻ സാധിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സൂര്യൻ സ്വയം പൂർണ്ണനാണ്. സൂര്യപ്രകാശം എല്ലായിടത്തും പരക്കുന്നുണ്ടെങ്കിലും അതിന് കുറവ് സംഭവിക്കുന്നില്ല. നമുക്കറിയാം, ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശ്യതേ. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുത്താലും പൂർണ്ണം അവശേഷിക്കുക തന്നെ ചെയ്യും. സൂര്യപ്രകാശം എല്ലാ ദിക്കിലും വ്യാപരിക്കുന്നുണ്ടെങ്കിലും അതിന് കുറവ് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സൂര്യനിൽ നിന്ന് എന്ത് പാഠമാണ് അഭ്യസിച്ചത്? ലോകേ ജഗതി സൂര്യവത്. സൂര്യനെ പോലെ തന്നെ ഒരുപാട് ജ്ഞാനികൾ ഈ ലോകത്തിന് പ്രകാശവത്തായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ അവരെ തിരിച്ചറിയലാണ്, അവരിൽ നിന്നും പാഠങ്ങൾ അഭ്യസിക്കലാണ് സൂര്യനെ പോലെ തന്നെ സൂര്യനെ ഒരു ഗുരുവായി സ്വീകരിക്കുന്നതിലൂടെ ദത്താത്രേയ മഹർഷി നമ്മുടെ മുന്നിലോട്ട് വെക്കുന്നത്. അപ്പൊ ജ്ഞാനികളെല്ലാം സംഘമില്ലാതെ നിസ്സംഗതയിലൂടെ കടന്നുപോയി ഈ ലോകത്തിന് പ്രകാശം വിതറി, അതായത് അജ്ഞാനത്തിൽ നിന്ന് ആ ലോകജനതയെ മുഴുവൻ മോചിപ്പിച്ച് ജ്ഞാനം കൊടുത്തുകൊണ്ട് അറിവായിട്ട് സൂര്യനെ പോലെ വിളങ്ങുന്നു എന്ന് പറയുന്നു. അപ്പൊ അത് തിരിച്ചറിയലാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ അജ്ഞാനികളായ ലോകജനത നമ്മളെല്ലാവരും അപ്പോൾ ഓരോരോ കുടം വെച്ചിട്ടുണ്ട്. ആ കുടത്തിലെല്ലാം വെള്ളമുണ്ട്. ഓരോരുത്തരുടെ കയ്യിലുള്ള കുടം വ്യത്യാസമാണ്. ആ കുടത്തിൽ ഉള്ള ജലം വ്യത്യാസമാണ്. ഒരേ കുടം വെച്ചിരിക്കുന്നു, അതിലുള്ള ജലം മുഴുവൻ വ്യത്യസ്തമായിരിക്കുന്നു. ഒരാളുടെ കയ്യിലുള്ള ജലം ചെളി നിറച്ച ജലമാണ്, മറ്റൊരാളുടെ കയ്യിലുള്ള ജലം നീല നിറത്തിലുള്ള ജലമാണ്, അടുത്ത ആളുടെ കയ്യിലുള്ള കുടത്തിലെ ജലം ചുവന്ന നിറത്തിലാണ്. അപ്പൊ ഇതെല്ലാം താഴെ വെച്ചിരിക്കുന്നു. അതെല്ലാം സൂര്യനെ പ്രതിബിംബം കാണാനായിട്ട് സാധിക്കും. ചെളി നിറത്തിലുള്ള കുടത്തിൽ നോക്കിയപ്പോൾ സൂര്യന്റെ നിറം പോലും, സൂര്യന്റെ പ്രതിബിംബം പോലും ചെളി നിറത്തിലാണ്. നീല നിറത്തിലുള്ള വെള്ളം നിറച്ച കുടത്തിൽ നോക്കിയപ്പോൾ സൂര്യന്റെ പ്രതിബിംബം നീല നിറമാണ്, ചുവപ്പിൽ ചുവപ്പാണ്. അതുപോലെ ഈ ശരീരം ഒരു കുടമായിട്ട് കരുതിയാൽ ഇതിനുള്ളിലുള്ള ചിത്തത്തിൽ സൂര്യന്റെ പ്രതിബിംബം, ചിത്തത്തിന് എത്ര തന്നെ ശുദ്ധിയുണ്ടോ ആ തരത്തിൽ പ്രതിബിംബം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിത്തശുദ്ധി ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ആ സൂര്യന്റെ പ്രകാശത്തെ ആവാഹിച്ചെടുക്കാൻ, ആ പൂർണ്ണജ്ഞാനത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. അപ്പൊ ചിത്തം തെളിയാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഉദാഹരണം സൂര്യനെ ആധാരമാക്കി നമുക്ക് കാണിച്ചു തരികയാണ് ദത്താത്രേയ മഹർഷി ഇവിടെ ചെയ്യുന്നത് എന്ന് സാരം. അങ്ങനെ അദ്ദേഹം വീണ്ടും ഈ ഗുരുക്കന്മാരിലൂടെ പഠിച്ച പാഠങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് മനനം ചെയ്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോഴാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് ഒരു കുടുംബം. അത് കേവലം മനുഷ്യരുടെ അല്ല, ഒരു മാടപ്രാവിൻ്റെതായിരുന്നു. 8ാമത്തെ ഗുരുവായി മാടപ്രാവിനെ അദ്ദേഹം കാണുന്നത്. ഒരു മാടപ്രാവിൻ്റെ കുടുംബം, അതിൻ്റെ ഇണപ്രാവും മാടപ്രാവും ചേർന്ന് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന തിരക്കിലാണ്. ദൂരെ നിന്നും ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കെ തന്നെ ഈ പ്രാവുകൾ ദൂരത്തായപ്പോൾ ഈ കുഞ്ഞുങ്ങൾ കൂട്ടിൽ ഒറ്റയ്ക്കാണ്. ആ സമയത്ത് ദത്താത്രേയ മഹർഷി വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വേടൻ വന്ന് ഈ കുഞ്ഞുങ്ങളെ വലയ്ക്കകത്താക്കുന്നു എന്നുള്ളത്. കുഞ്ഞുങ്ങൾ കരഞ്ഞു തുടങ്ങി. ഭക്ഷണം ശേഖരിച്ച് തിരിച്ചു വന്ന പ്രാവിന്റെ മാതാപിതാക്കൾ, പ്രാവിൻ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ, മാടപ്രാവും അതിന്റെ ഇണപ്രാവും ഇത് കണ്ട് വിലപിക്കാൻ തുടങ്ങി. ഒടുവിൽ അമ്മപ്രാവ് ഇത് കണ്ട് സഹിക്കാതെ തൻ്റെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്ന ആ വേദനയിൽ ഇനി ഞാൻ എന്തിനു ജീവിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് സ്വയം വലയിലായി എന്നുള്ളതാണ്. വേടന്റെ അടുക്കൽ ചെന്നുകൊണ്ട് സ്വയം വലയിലായി എന്ന് പറയുന്നു. ഇതുകൊണ്ട് ആൺപക്ഷിയും ഇനി ഞാൻ എന്തിന് എൻ്റെ കുടുംബം ഇല്ലാതെ ജീവിക്കണം എന്ന് കരുതി അതും ആ വലയിൽ അകപ്പെടുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അങ്ങനെ വലയിലായി. വേടൻ ഇവയെല്ലാം ചുമന്നുകൊണ്ട് ദത്താത്രേയ മഹർഷിയെ ഒന്ന് നോക്കി പതുക്കെ തൻ്റെ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോയി. അതാണ് കാലപുരുഷൻ എന്ന് പറയുന്നത്. വേടനായി വന്നത് കാലപുരുഷനാണ്. അദ്ദേഹം പ്രാവിനെ പിടിക്കുവാൻ വന്ന അല്ലെങ്കിൽ പക്ഷികളെ പിടിക്കുവാൻ വന്ന കേവലം ഒരു വേടനായിട്ട് നമുക്ക് കഥയിൽ അവതരിപ്പിച്ച് കാണുമെങ്കിലും സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ഇത് ചെയ്തത്. എന്തിനു വേണ്ടി?
ദത്തത്രേയ മഹർഷിക്ക് വലിയൊരു പാഠം മാടപ്രാവിൽ നിന്ന് ലഭിച്ചു. എന്തെന്നാൽ ഗൃഹം എന്ന് പറയുന്ന, കുടുംബം എന്ന് പറയുന്ന ഒരു സംഗതിയിൽ ഒട്ടിക്കിടന്നാൽ ഇപ്രകാരം ആപത്തുകളും പ്രതിസന്ധികളും വരുമ്പോൾ ആകെ തളർന്നു പോകുന്ന ഒരവസ്ഥ വരും. അല്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാവുന്ന ഒരവസ്ഥയിലേക്ക് മാടപ്രാവിനെയും അതിൻ്റെ ഇണപ്രാവിനെയും അതിനൊക്കെ സംഭവിച്ചതുപോലെ നമുക്കും ആസക്തരായാൽ ഇതൊക്കെ സംഭവിക്കും. വ്യവഹാരം ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, അച്ഛൻ, അമ്മ തുടങ്ങിയിട്ടുള്ള ബന്ധങ്ങൾ എല്ലാം നമുക്ക് ആവശ്യമാണ്. സ്നേഹബന്ധങ്ങൾ, അതിലെ സാഹോദര്യം, കുടുംബം എന്നൊക്കെ ഉള്ള സംഗതികൾ നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ വലിയ സ്നേഹവും പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളെ കൈപിടിച്ചുയർത്താനുള്ള താങ്ങും തണലും ഒക്കെ ആയിരിക്കാം. പക്ഷേ അതിൽ ആസക്തരായി കഴിഞ്ഞാൽ എപ്രകാരമാണോ ഈ മാടപ്രാവ് അപകടത്തിൽ പെട്ടുപോയത്, അതുപോലെ നമ്മളും ആസക്തരായി കഴിഞ്ഞാൽ ഗൃഹേഷു ഗഗവത്സക്തസ്തമാരൂഢച്യുതം വിധു എന്ന് ഭാഗവതം പറയുന്നു. ആരൂഢച്യുതൻ എന്നാ പറയുന്നത്. ആരൂഢം എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ. ഇപ്പൊ പർവ്വതത്തിന്റെ മുകളിൽ ഒരാൾ കയറി നിൽക്കുന്നു, ഏറ്റവും വലിയ ജ്ഞാനി, പണ്ഡിതൻ എല്ലാമായി. പക്ഷേ ഗൃഹത്തിനോട് കുറച്ച് ആസക്തി വന്നുപോയി, അല്ലെങ്കിൽ അതിനോടൊരു ബന്ധനം വന്നുപോയി. ബന്ധമാവാം, ബന്ധനമായി പോയി എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ മുകളിൽ നിന്നും താഴെ വീണാൽ എന്തായിരിക്കും അവസ്ഥ? അതിൻ്റെ ആഘാതം വളരെ വലുതായിരിക്കും. ഇപ്പം ചെറിയ മുകളിൽ നിന്നും താഴെ വീണ് കഴിഞ്ഞാൽ വലിയ ആഘാതങ്ങളൊന്നും നമുക്കുണ്ടാവില്ല. പക്ഷെ പർവ്വതത്തിന് മുകളിൽ നിന്നും, വലിയ കുന്നിൻ്റെ മുകളിൽ നിന്നും താഴെ വീണാൽ ആരൂഢച്യുതൻ, ച്യുതി എന്ന് പറഞ്ഞാൽ നാശം. അപ്പോൾ ഏറ്റവും പർവ്വതത്തിൻ്റെ ആ പീക്കിൽ നിന്നുമാണ് താഴെ വീണിട്ടുള്ളത്. അപ്പം അതിൻ്റെ ആഘാതം നമുക്ക് താങ്ങാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ പ്രാവിൽ നിന്നും ഒരു വലിയ കാര്യം, ഗൃഹ്യതേ ഇത് ഗൃഹാഹ, പിടിക്കുന്നതാണത്രേ ഗൃഹം എന്ന് പറയുന്നത്. വീട് എന്നൊക്കെ പറയുന്നത് വിടുന്നതാവണം എന്നുള്ളതാണ്. നമുക്ക് സ്ഥിരമായിട്ട് താമസിക്കുവാൻ വേണ്ടി ഇപ്പോൾ മണിമാളികകളെല്ലാം കെട്ടിപ്പൊക്കുന്ന നമ്മൾ ആലോചിക്കാറില്ല. ഇതിൽ നമുക്ക് സ്ഥിരമായിട്ട് താമസിക്കാൻ പറ്റുമെന്നുള്ള വിചാരത്തോടു കൂടിയിട്ടാണ് മനുഷ്യൻ ഇതിന് പുറകെയൊക്കെ, പണമായാലും വീടായാലും ഈ ഐശ്വര്യാദികളുടെ പുറകെയൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും സ്ഥായിയല്ല എന്നുള്ള ബോധത്തോടു കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരേ ഭാവത്തിൽ നിൽക്കുവാനായിട്ട്, സമദൃക്കായിട്ട് നോക്കിക്കാണുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഗൃഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും, ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞത് ഏറ്റവും ശ്രേഷ്ഠമായ ആശ്രമമാണ്. പക്ഷേ അത് ആശ്രമമാക്കി മാറ്റാനുള്ള പദ്ധതികളാണ് നമ്മൾ അതിലൂടെ ആവിഷ്കരിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്രകാരം അതൊരു പൊട്ടക്കിണറായി മാറുന്നു ഭാഗവതം തന്നെ പറയുന്നു. ഗൃഹാന്തകൂപേ, അന്ധകൂപമായിട്ട് മാറും. അപ്പൊ ആ അന്ധകൂപമാക്കി നമ്മുടെ ഗൃഹത്തിനെ മാറ്റാതെ, ഒട്ടലില്ലാതെ നിസ്സംഗരായിട്ട് ആ പ്രവൃത്തികളിലൂടെ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം എന്നുള്ള പാതയിലേക്ക് സഞ്ചരിക്കണം എന്നുള്ള പാഠം ഈ മാടപ്രാവിൽ നിന്നുമാണ് ദത്താത്രേയ മഹർഷി അഭ്യസിക്കുന്നത് എന്ന് സാരം. അപ്പൊ ഇങ്ങനെ 8 ഗുരുക്കന്മാരിലൂടെ അദ്ദേഹം കാര്യങ്ങളെല്ലാം ഗ്രഹിച്ച് മനനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ യാത്ര വീണ്ടും തുടരുകയാണ് എന്ന് സാരം. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ശരണകീർത്തനം ഭക്തമാനസം ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. പ്രണയസത്യകം പ്രാണനായകം പ്രണതകൽപകം സുപ്രഭാതം
പ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. തുരഗവാഹനം സുന്ദരാനനം വരഗദായുധം വേദവർണിതം ഗുരുകൃപാകരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ത്രിഭുവനാർച്ചിതം ദേവതാത്മകം ത്രിനയനം പ്രഭും ദിവ്യദേശികം. ത്രിദശപൂജിതം ചിന്തിതപ്രദം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ഭവഭയാപഹം ഭാവുകാവകം ഭുവനമോഹനം ഭൂതിഭൂഷണം ധവളവാഹനം ദിവ്യവാരണം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. കളമൃദുസ്മിതം സുന്ദരാനനം കളഭകോമളം ഗാത്രമോഹനം കളഭകേസരീ വാജിവാഹനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ശ്രുതജനപ്രിയം ചിന്തിതപ്രദം ശ്രുതിവിഭൂഷണം സാധുജീവനം ശ്രുതിമനോഹരം ഗീതലാലസം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. പഞ്ചാദ്രീശ്വരി മംഗളം ഹരിഹര പ്രേമാകൃതേ മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണേ മംഗളം
പഞ്ചാസ്യധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചാസ്ത്രോപമ മംഗളം ശ്രുതിശിരോലങ്കാര സന്മംഗളം